എല്ലാവരാലും പരിഹസിക്കപ്പെട്ട പാതയോരത്ത് കിടന്ന് കരഞ്ഞു നിലവിളിച്ച ഒരു പുഴു. ഇപ്രകാരം അവൻ കരഞ്ഞു, അയ്യോ ഞാനൊരു പുഴുവാണേ, അയ്യോ ഞാനൊരു പുഴുവാണേ എന്ന്. ഒരു കൊച്ചു ബാലൻ അതുവഴി ഒരു ചക്രവും ഉരുട്ടി കടന്നുപോയി. അവൻ നോക്കിയപ്പോൾ ഒരു വൃത്തികെട്ട പുഴു കിടന്ന് നിലവിളിച്ച് കരയുന്നു. അവൻ ഓടി അതിൻ്റെ അടുത്ത് പോയി. അടുത്ത് കിടന്ന് ഒരു ചുള്ളിക്കമ്പെടുത്ത് ആ പുഴുവിനെ ഇങ്ങനെ കോർത്തെടുത്ത് അടുത്ത് കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, വൃത്തികെട്ട പുഴു. അവൻ അതിനെ വലിച്ചെറിഞ്ഞു. അതൊരു പാറപ്പുറത്ത് വീണു. ദേഹം ഉരഞ്ഞു, വേദനിച്ചു, മുറിവേറ്റു, രക്തം പൊടിഞ്ഞു. അതവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞു, അയ്യോ ഞാനൊരു പുഴുവാണേ, അയ്യോ ഞാനൊരു പുഴുവാണേ എന്ന്. സന്ധ്യാസമയമായപ്പോൾ ദൈവം ആദത്തിൻ്റെയും ഹവ്വായുടെയും കൂടെ നടക്കുവാൻ വേണ്ടി സന്ധ്യാസമയത്ത് ദൈവം ഏദൻ തോട്ടത്തിൽ കടന്നു വന്നപ്പോൾ ഒരു പുഴുവിൻ്റെ കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ദൈവം കടന്നുപോയി. നോക്കിയപ്പോൾ ഒരു പുഴു കിടന്ന് കരയുകയാണ്. ദൈവം സ്നേഹത്തോടെ ആ പുഴുവിനെ തൻ്റെ വലത് കരം കൊണ്ടെടുത്ത് തൻ്റെ ഇടത് കരത്ത് വെച്ചിട്ട് ദൈവം പറഞ്ഞു, നീ ഒരു പുഴുവാണല്ലേ, ആർക്കും നിന്നെ വേണ്ട, എല്ലാവരും നിന്നെ വലിച്ചെറിയുന്നു, നീ മുറിവേറ്റ് കിടന്നിട്ട് പോലും ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ, കരയേണ്ട കേട്ടോ, ഞാൻ നിന്നെ മനോഹരമായ ഒരു ചിത്രശലഭമാക്കി മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആ പുഴുവിനെ, വൃത്തികെട്ടതെന്ന് ലോകം വിധി എഴുതിയ ആ പുഴുവിനെ ഒരു ചിത്രശലഭമാക്കി ദൈവം മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മെ മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ ദൈവം നമ്മെ മനോഹരമായ ചിത്രശലഭം പോലെ നമ്മെ മാറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സഹോദരങ്ങളാൽ രക്തബന്ധങ്ങളാൽ വലിച്ചെറിയപ്പെട്ട ജോസഫിന് വേണ്ടിയിട്ട് ഈ ലോകം വിധി എഴുതിയില്ലേ, സഹോദരങ്ങൾ വിധി എഴുതിയില്ലേ, നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞില്ലേ. എന്നാൽ ദൈവം ഈജിപ്തിൽ അവനെ അധികാരത്തിൻ്റെ വസ്ത്രം തുന്നുകയായിരുന്നു. മോശയെ നോക്കുക, മോശ എന്താ പറഞ്ഞത്? ഞാൻ വിക്കലാണ് കർത്താവേ, എനിക്ക് സംസാരപാഠവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അധികാരിയാക്കി അവനെ ഒരു വലിയ ജനത്തിൻ്റെ നയിക്കുവാൻ, നേതൃത്വ പാഠവും കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. ജെറമിയായെ നമുക്ക് നോക്കാം. ജെറമിയ എന്താ പറഞ്ഞത്? ഞാൻ കേവലം ബാലനാണ്. കേവലം ബാലനായ ജെറമിയായെ ഒരു ജനത്തെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കിയില്ലേ? യെശയ്യാ എന്താ പറഞ്ഞത്? ദൈവമേ, ഞാൻ അശുദ്ധമായി ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നവരും അശുദ്ധമായി നാവുള്ളവനുമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ വിശദീകരിച്ച ഒരു ദൈവമില്ലേ? കടലിനോട് മൽപ്പിടുത്തം നടത്തിയ അക്ഷരജ്ഞാനമില്ലാത്ത പത്രോസിനെ സഭയുടെ തലവനാക്കി മാറ്റിയില്ലേ? ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പടവാളെടുത്ത് കുതിരപ്പുറത്ത് വന്ന സാവുളിനെ ക്രിസ്ത്യാനിയുടെ രക്ഷകനായ സുവിശേഷ വാഹകനാക്കി പൗലോസാക്കി ദൈവം മാറ്റിയില്ലേ? അങ്ങനെ നല്ലവനായ ഒരു ദൈവം നമുക്കുണ്ട്. നിന്റെ ജീവിതത്തെ ഒരു നിമിഷം കൊണ്ട് മാറ്റുവാൻ ശക്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവം തീർച്ചയായും നിന്റെ ജീവിതത്തെ മാറ്റും. ആ ദൈവത്തിൽ ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടെ ആയിരിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.